കോണിക് സെക്ഷൻസ്. നമുക്കറിയുന്നത് പോലെ തന്നെ കോണിക് സെക്ഷൻ എന്ന് പറയുമ്പോൾ കോൺ, ആ പേര് തന്നെയുണ്ട് കോൺ. ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ കോണ് പോലെ അങ്ങനത്തെ രണ്ട് കോൺ ആണ് പറയുന്നത്. ദ കോണിക് സെക്ഷൻസ് ആർ ദ കർവ്സ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ്റർസെക്റ്റിംഗ് എ ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ ഹോളോ കോൺ ബൈ എ പ്ലെയിൻ. അപ്പോൾ രണ്ട് കോൺ, ഇപ്പോൾ ഒരു കോൺ ഇങ്ങനെയുള്ള ഒരു കോൺ, പിന്നെ അതേപോലെ വേറൊരു കോൺ താഴേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാധനമാണ് നമ്മൾ കോണിക് സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. അതിനൊരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ആ ഫിഗേഴ്സ് ഏതൊക്കെയാണ്? സർക്കിൾ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ദീസ് ആർ ദ 4 കോണിക്സ്. അപ്പോൾ ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ ഹോളോ കോണിന് പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗേഴ്സ് ആണ് ഇതൊക്കെ: സർക്കിൾ, എലിപ്സ്, പരാബോള ആൻഡ് ഹൈപ്പർബോള. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് സർക്കിൾ നോക്കാം. സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ദിസ് ഈസ് എ general equation or equation of a circle. X minus h whole square, y minus k whole square equal to r square. Here h comma k, this is the center and r is the radius. Okay, if center is 3 comma 4, then what happens? X minus 3 whole square plus y minus 4 whole square equal to radius 5 ആണെങ്കിൽ 5 square. Okay, what happens when center is 0? X minus 0 whole square plus y minus 0 whole square equal to r square. r കൊടുത്തില്ല വിചാരിച്ചു. അപ്പോൾ x minus 0 whole square means x square plus y square equal to r square. അപ്പോൾ this is the equation of a circle with center 0 0 and radius r. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചു. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ട് പഠിക്കേണ്ട കാര്യം. See, find the equation of a circle with center 2 2 and passes through 4 5. അപ്പോൾ സെൻറ്റർ 2 2 ആണ്. ഓക്കെ, അത് പാസ് ചെയ്യുന്ന പോയിൻ്റ് ഏതാ? 4 5. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ ഉണ്ടാവും. സർക്കിൾ പാസ് ചെയ്യുന്നൊരു പോയിൻ്റ് ഈ വട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും, ഈ സർക്കിൾ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് റേഡിയസ്. ഓക്കെ, അപ്പോൾ സെൻറ്ററും ഈ പോയിൻറ്റും കണക്ട് ചെയ്ത ലൈനായിരിക്കും അതിൻ്റെ റേഡിയസ്. ഓക്കെ, സോ റേഡിയസ് ഈസ് എ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് കണ്ട ഫോമുല റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ 10th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ x2 4 മൈനസ് x1 4 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 minus 2 whole square. Okay, അത് ചെയ്താൽ root of 13 കിട്ടും. ദിസ് ഈസ് ദ റേഡിയസ്. r is equal to root of 13. ഓക്കെ, അപ്പോൾ സെൻറ്ററും കിട്ടി, റേഡിയസും കിട്ടി. ഇതിന് വാട്ട് വിൽ ബി ദ ഇക്വേഷൻ? x minus h whole square plus y minus k whole square equal to r square. That is x minus 2 whole square plus y minus 2 whole square equal to r square. root 13 whole square. root 13 whole square means 13. റൂട്ടിൻ്റെ സ്ക്വയർ കാണുമ്പോൾ റൂട്ടിനെ റിമൂവ് ആക്കിയാൽ മതി. 13. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യാം. അവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക. ഇതും അങ്ങനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ ലാസ്റ്റ് ആൻസർ കിട്ടുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 4y മൈനസ് 5 ഈക്വൽ ടു 0. ഇതായാലും മതി. ഈ ഇക്വേഷൻ ഇത്രയും കിട്ടിയാലും മതി. ഓക്കെ, അതുപോലെ ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഇത് കൂടാതെ ഓർത്ത് വെക്കാൻ നല്ലതായിരിക്കും. നമ്മളിവിടെ പറഞ്ഞു ഇതൊരു ജനറൽ ഇക്വേഷനാണ്. ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്താൽ അത് ഈ ഫോമിലാണ് വരിക. ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഇതും ഓർത്ത് വെച്ച് ചില പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഈസിയാവും. അത് ഇങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ അതിന് സെൻറ്റർ -g, -f എന്നായിരിക്കും. റേഡിയസ് റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. ഇതും ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ല കാര്യം. ഓക്കെ, ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഫോമിൽ തന്നെ ചെയ്യാനും പറ്റും, ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് x ഈക്വൽ ടു 0. നോക്കാം, സെൻറ്ററും റേഡിയസും ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സ് നമുക്കറിയാം, ജനറൽ ഇക്വേഷൻ പറഞ്ഞതാണ് എക്സ് സ്ക്വയർ. ഇവിടെ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. Find the center and radius of the circle x square plus y square plus 8x plus 10y minus 8 equal to 0. അപ്പോൾ x square plus y square plus 2gx അതാണ് 8x. ഓക്കെ, അപ്പോൾ 2gx 8x, അപ്പോൾ 2g എന്ന് പറയുമ്പോൾ 8. ഓക്കെ, g എന്ന് പറയുമ്പോൾ 4. 2fy ആണ് 10y. അപ്പോൾ 2f എന്ന് പറയുമ്പോൾ 10 ആണ്. f is equal to 5 കിട്ടി. പ്ലസ് c ഈക്വൽ ടു മൈനസ് എ, c മൈനസ് 8 കിട്ടി. അപ്പോൾ g f c കിട്ടി. അപ്പോൾ 6 കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c.
സെൻറ്റർ എന്തായിരുന്നു മൈനസ് ജി കോമ മൈനസ് എഫ്. സോ സെൻറ്റർ സീക്രട്ട് മൈനസ് ജി കോമ മൈനസ് എഫ് മൈനസ് ജി മൈനസ് 4 കോമ മൈനസ് 5 സെൻറ്റർ കിട്ടി. റേഡിയസ് കാണേണ്ട ഫോർമുല റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി, റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. അപ്പോൾ അത് കൊടുത്താൽ മതി. ജി സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ 5 സ്ക്വയർ മൈനസ് സി. അപ്പോൾ 2 മൈനസ് പ്ലസ് ആവും പ്ലസ് 8 7. സോ ദിസ് ഈസ് ദ റേഡിയസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാലുള്ള ഒരു പ്രയോജനമാണത്. നമുക്ക് ഏത് ഫോമിലെയും ഏത് പ്രോബ്ലം ഈ ഫോമില യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. സിമിലർലി നെക്സ്റ്റ് ക്വസ്റ്റൻ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ എക്സ് സ്ക്വയർ നോക്കണം. അപ്പോൾ ഈ 2 ഇവിടുന്ന് പോകണം. അപ്പോൾ 2 കൊണ്ട് ഫുൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ബൈ 2 എന്നാവും. ഓക്കെ. ഫുള്ള് ഡിവൈഡ് ആക്കുമ്പോൾ ഇവിടുന്ന് 2 പോകുമ്പോൾ എല്ലാത്തും 2 പോകണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ബൈ 2 ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി ഈക്വൽ ടു 0 ഫോമിലായിട്ടുണ്ടാവും. അപ്പോൾ എക്സ് സ്ക്വയർ ഓക്കെ, വൈ സ്ക്വയർ ഓക്കെ, 2gx ആണ് ഇവിടെ മൈനസ് 1/2. എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. സോ മൈനസ് 1/2 ആണ് 2g ഈസ് ഈക്വൽ ടു മൈനസ് 1/2. പിന്നെ 2fy വൈ കാണുന്നില്ല, അപ്പോൾ 0 ആണ്. സി അതും 0 ആണ്. അപ്പോൾ ഇത് മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ. 2g ഈസ് ഈക്വൽ ടു മൈനസ് 1/2, ജി ഈസ് ഈക്വൽ ടു മൈനസ് 1/4. 2 ഇപ്പുറം കൊണ്ടുപോയാൽ മതി. എഫ് സി ഒക്കെ 0 തന്നെയാണെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പോൾ സെൻറ്റർ ഈസ് ഈക്വൽ ടു മൈനസ് ജി കോമ മൈനസ് എഫ് മൈനസ് ജി എന്ന് പറയുമ്പോൾ 1/4 ആവും. കോമ മൈനസ് എഫ് അത് 0 ആണ്. സോ 1/4 കോമ 0 ആണ് സെൻറ്റർ. റേഡിയസോ റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്താൽ 1/4 റേഡിയസും കിട്ടി. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. Find the equation of a circle with the radius 5 whose center lies on x-axis and passes through 2,3. എന്താ പറഞ്ഞത്? Find the equation of a circle. ഒരു റഫ് ഫിഗർ വരച്ച് വെക്കാം. ഒരു സർക്കിൾ വരക്കാം. സർക്കിൾ വരച്ചു. Find the equation of a circle with the radius 5. ഇപ്പോൾ സെൻറ്റർ ഇവിടെ ഉണ്ടാവും. ഒരു വര വരച്ചാൽ റേഡിയസ് കിട്ടി. അത് 5 യൂണിറ്റ് ആണ്. Whose center lies on x-axis. ഈ സെൻറ്റർ എക്സ് ആക്സിസിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് വരക്കാം അല്ലേ? ഒറിജിനല്ല സെൻറ്റർ, ഈ എക്സ് ആക്സിസിൽ എവിടെയോ സെൻറ്റർ ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം സർക്കിൾ ഉണ്ടാവും. ഓക്കെ. ഇവിടെ ആയിരിക്കും സർക്കിൾ ഉണ്ടാവുക. ഇങ്ങനെ സർക്കിൾ ഉണ്ടാവും. അപ്പോൾ അതിന് സെൻറ്റർ എക്സ് ആക്സിൽ ഉണ്ടാവും. അപ്പോൾ എക്സ് ആക്സിലെ പോയിൻ്റ് പ്രോപ്പർട്ടി എന്താണ്? എക്സ് ആക്സിലെ പോയിൻ്റ് ഇങ്ങനെ പറയാം 2,0, 3,0, 5,0. എനിവേ എക്സ്, 0 എന്നാണ് പറയാം. ഓർ എച്ച്, 0 അങ്ങനെയൊന്ന് പറയാം. വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. എക്സ് ആക്സിസ് അതാണ് അറിയേണ്ടത്. ഓക്കെ. ഇവിടെ എടുത്തിരിക്കുന്നത് ലെറ്റ് എച്ച്, 0 ഇത് സെൻറ്റർ. നമുക്കറിയാം എച്ച്, കെ ആണ് നമ്മൾ എന്താ പറയുക സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ് 0 ആണെന്ന് മനസ്സിലായി. ബിക്കോസ് സെൻറ്റർ ലൈസ് ഓൺ എക്സ് ആക്സിസ്. സോ അതുകൊണ്ട് എച്ച്, 0 എടുത്തു. അല്ലെങ്കിൽ എക്സ്, 0 എങ്ങനെയും പറയാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എച്ച്, 0 ആൻഡ് 2,3 ഈസ് 5. അത് ക്ലിയർ ആയാ? ഇപ്പോൾ ഈ സർക്കിള് പാസ്സാവുന്ന ഒരു പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. സർക്കിള് പാസ്സാവുന്ന ഒരു പോയിൻ്റാണ് ഏത്? 2, 3. അപ്പോൾ ഈ സർക്കിൾ ഇപ്പോൾ ഇവിടെ എവിടെ 2, 3 ഉണ്ട് വെച്ചു. ഇതിലെ പാസ്സാവും. സെൻറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും റേഡിയസ്. സെൻറ്റർ എച്ച്, 0, ഈ പോയിൻ്റ് 2,3. സോ ദിസ് ഈസ് എ റേഡിയസ്. ഓക്കെ. റേഡിയസ് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് 5 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ x2 മൈനസ് x1 2 മൈനസ് h ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ h മൈനസ് 2 ഹോൾ സ്ക്വയർ രണ്ടും സെയിം തന്നെയാണ്. കാരണം ഹോൾ സ്ക്വയർ വരുമ്പോൾ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 2 മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 അല്ലെങ്കിൽ ഇതുപോലെ എഴുതാം. അപ്പോൾ h സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 5 എന്നാവും. സോറി h മൈനസ് 2 ഹോൾ സ്ക്വയർ a മൈനസ് ബി ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിൽ വരും. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇത്രയും. പിന്നെ പ്ലസ് 0 മൈനസ് 3 ഹോൾ സ്ക്വയർ മീൻസ് മൈനസ് 3 ഹോൾ സ്ക്വയർ 9 ഈക്വൽ ടു 5 ആണ്. റൂട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ 5 സ്ക്വയർ 25 ആയി. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. h സ്ക്വയർ മൈനസ് 4h മൈനസ് 12 ഈക്വൽ ടു 0. 2 നമ്പേഴ്സ് തിങ്ക് ചെയ്യണം. മൾട്ടിപ്പിൾ ചെയ്താൽ മൈനസ് 12 കിട്ടണം. ആഡ് ചെയ്താൽ മൈനസ് 4 കിട്ടണം. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ? മൈനസ് 6 ആൻഡ് പ്ലസ് 2 ആണ്. സോ h മൈനസ് 6 0 ആകുമ്പോൾ h ഈക്വൽ ടു 6. h പ്ലസ് 2 0 ആകുമ്പോൾ h ഈക്വൽ ടു മൈനസ് 2. സോ എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ എച്ചിന് 2 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെ? 6 ഉണ്ട്, മൈനസ് 2 ഉണ്ട്. ഓക്കെ. സെൻറ്റർ അറ്റ് 6 0 ആൻഡ് റേഡിയസ് 5. ആദ്യം നമുക്ക് 6 എടുത്താൽ h 6 എടുത്താൽ ഇവിടെ 6, 0 ആവും സെൻറ്റർ.
റേഡിയസ് 5 നേരത്തെ കൊടുത്തതാണ്. അപ്പോൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ, എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ, എച്ച് മീൻസ് 6, 5 മൈനസ് കെ അത് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് 5 സ്ക്വയർ. അങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്ത ആൻസർ കിട്ടി. അതുപോലെ എച്ച് -2 എടുത്താൽ -2, 0, 5. ഇതെടുത്ത പോലെ ഇവിടെ 6 എടുത്തത് പോലെ ഈ -2 കൊടുക്കുക, -2, 0 ആൻഡ് 5. അതിന് വേറൊരു ഇക്വേഷനും കിട്ടും. ഓക്കെ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ത്രൂ ദ പോയിൻറ്റ്സ് 4, 1, 6, 5 ആൻഡ് ഹൂസ് സെൻറ്റർ ഈസ് ഓൺ ദ ലൈൻ 4x plus y equal to 60. അപ്പോൾ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ത്രൂ ദ പോയിൻറ്റ്സ് 4, 1, 6, 5. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണണം. ഇത് 2 പോയിൻറ്റ്സിലാണ് പാസ്. ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, വേറൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. 4, 1 ആണ്, 6, 5. അപ്രോക്സിമേറ്റായി പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. ആൻഡ് ഹൂസ് സെൻറ്റർ ഈസ് ഓൺ ദ ലൈൻ 4x plus y equal to 0. അപ്പോൾ ആ സർക്കിൾ സെൻറ്റർ ഇവിടെ ഉണ്ടാവും. ആ സെൻറ്റർ ഒരു സ്ട്രൈറ്റ് ലൈനിലാണ് ഉള്ളത്. ആ സ്ട്രൈറ്റ് ലൈനിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് 4x plus y equal to 60. ഓക്കെ, ഇപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റഫായിട്ടൊരു സർക്കിൾ വരക്കുക. സർക്കിൾ വരച്ചിട്ട് ഈ 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. 4, 1 സർക്കിളിൻ്റെ മുകളിൽ 4, 1, 6, 5 മാർക്ക് ചെയ്തു. സർക്കിളിലേക്ക് ഇങ്ങനെ ആ പോയിൻറ്റ്സിലൂടെ പാസ്സാകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ നമുക്കൊരു കോഡ് കിട്ടി. ഓക്കെ, കോഡ് കിട്ടി. അപ്പോൾ ഈ കോഡിൻ്റെ സ്ലോപ്പ് ഫോർ ദിസ് കോഡ് എങ്ങനെ കാണാം? നമുക്ക് ഫോർമുല അറിയാം. y2 - y1 / x2 - x1. സ്ലോപ്പിൻ്റെ കോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോഡിൻ്റെ സ്ലോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ദെൻ ഇപ്പോൾ സർക്കിൾ ഇങ്ങനെ ആ 2 പോയിൻറ്റ്സിൽ പാസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്, 9th 10th പഠിച്ചു, 9th തന്നെ പഠിച്ചിട്ടുണ്ട്. ദ സ്ട്രൈറ്റ് ലൈൻ അങ്ങനെ പറയാം, the radius line which is perpendicular to the chord bisects the chord എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കോഡ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്താൽ ആ മിഡ് പോയിൻ്റ് സെൻറ്ററിലേക്ക് ലൈൻ ചെയ്താൽ ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കിൾ വരക്കുക. ഏതെങ്കിലും ഒരു സർക്കിൾ വരച്ചിട്ട് ഏതെങ്കിലും ഒരു കോഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഈ കോഡിൻ്റെ മിഡ് പോയിൻ്റ് ഫൈൻഡ് ചെയ്യുക. മിഡ് പോയിൻ്റ് സെൻറ്ററിലേക്ക് ഡ്രോ ചെയ്താൽ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മളുടെ ഇവിടുത്തെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് പറയാൻ പോകുന്നു? സോ ഫസ്റ്റ്ലി വി ആർ ഫൈൻഡിങ് ഈ കോഡിൻ്റെ മിഡ് പോയിൻ്റ്. എങ്ങനെ മിഡ് പോയിൻ്റ് കാണട്ടെ? ദിസ് പ്ലസ് ദിസ് ബൈ 2, ദിസ് പ്ലസ് this by 2. That is x1 plus x2 by 2, y1 plus y2 by 2. അപ്പോൾ 4 plus 6 10, 10 by 2 5. പിന്നെ 1 plus 5 6, 6 by 2 3. അങ്ങനെ എടുക്കുക. സോ 5, 3 ആണ് ഈ കോഡിൻ്റെ മിഡ് പോയിൻ്റ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദ സ്ലോപ്പ് ഓഫ് ദിസ് കോഡ്? നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ച പോലെ ഈ കോഡിൻ്റെ സ്ലോപ്പ് കാണേണ്ട ഫോർമുല y2 - y1 / x2 - x1. y2 - y1 / x2 - x1. അപ്പോൾ y2 5 - 4 y2 5 - 1 / 6 - 4. സോ കോഡിൻ്റെ സ്ലോപ്പ് 2 ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഒരു സർക്കിൾ 2 പോയിൻറ്റ്സ് കോഡ് അതിന് മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്തു. അപ്പോൾ കോഡിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ കോഡിൻ്റെ ഒരു പോയിൻ്റ് ഇതാണ്, മറ്റേ പോയിൻ്റ് ഇതാണ്, ഇത് രണ്ടും. അപ്പോൾ കോഡിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി 2 കിട്ടി. ഓക്കെ, ഇനി ആ കോഡിന് പെർപെൻഡിക്കുലറാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഈ മിഡ് പോയിൻ്റ് സെൻറ്ററിലേക്ക് കുറച്ച് ലൈൻ. സോ അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് കാണേണ്ട ഫോർമുല പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. m1 × m2 = -1. ഓക്കെ, അപ്പോൾ m1 നമുക്ക് 2 കൊടുക്കാം. 2 × m2 = -1. ഓക്കെ, സോ വാട്ട് ഈസ് m2? m2 = -1/2. അങ്ങനെ -1/2 കിട്ടി. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ്റെ കോഡ്. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ചാൽ ആ സെൻറ്ററിൽ കൂടെ കടന്നു പോകും. പെർപെൻഡിക്കുലർ ലൈൻ ഇസ് എ സ്ട്രൈറ്റ് ലൈൻ which is passing through the center of circle and the midpoint of the chord. So അങ്ങനെ വരച്ച് നോക്കാൻ നോട്ട്ബുക്കിൽ അങ്ങനെ -1/2 കിട്ടി. ദെൻ ഇപ്പോൾ സ്ലോപ്പ് -1/2 കിട്ടി. പാസിങ് ത്രൂ ദ പോയിൻറ്റ് 5, 3 എന്ന് കൊടുത്തിട്ടുണ്ട്.
5 3 ഈ കോഡിൻ്റെ മിഡ് പോയിന്റിലെ കൂടെയാണ് പാസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോമിൽ ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ്സാവുന്ന മിഡ് പോയിന്റിൽ കോഡിൻ്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ്സാവുന്ന സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1, y മൈനസ് y1 എന്ന് പറയുമ്പോൾ 3 ഈക്വൽ ടു m ഇൻറ്റു -1/2 ഇൻറ്റു എക്സ് മൈനസ് x1 5. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ 2y മൈനസ് 6 ഈക്വൽ ടു -x പ്ലസ് 5y. പിന്നെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ അത് ഈ -s ഇപ്പുറം കൊണ്ടാൽ +x പ്ലസ് 2y മൈനസ് 11 ഈക്വൽ 0 ഇങ്ങനെ കിട്ടി. ഓക്കെ, എക്സ് പ്ലസ് 2y മൈനസ് 11 ഈക്വൽ 0. അപ്പോൾ ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ പാസിങ് ത്രൂ സെൻറ്റർ ആൻഡ് മിഡ് പോയിന്റ് ഓഫ് ദ കോഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഇതാണ് അതിന് കോഡ്. അതിന് മിഡ് പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഇത് സെൻറ്ററിൽ കൂടെ പാസ്സാവുന്ന ലൈനാണ്. ഈ സ്ട്രൈറ്റ് ലൈൻ ഇപ്പോൾ കിട്ടി. ഇതാണ് എക്സ് പ്ലസ് 2y മൈനസ് 11 ഈക്വൽ 0. ഓക്കെ, ഇത് ഇങ്ങനെ കിട്ടി. പിന്നെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് സെൻറ്റർ ലൈസ് ഓൺ whose center is on the line 4x plus y equal to 16. സെൻറ്റർ ഈ ഒരു ലൈനിലാണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ പാസ്സാവുന്ന വേറെ ലൈൻ ഇപ്പോൾ കിട്ടി. നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞ ലൈൻ ഇതാണ്, 4x പ്ലസ് y മൈനസ് 16 ഈക്വൽ 0. അപ്പോൾ അതങ്ങനെ വേണം ആവാറ്. ഇപ്പോൾ ഒരു സർക്കിള് ഇതിലെ കൂടെ സെൻറ്റർ പാസ്സാവുന്നുണ്ട്, അപ്പോൾ അങ്ങനെ പാസ്സാവാം. അപ്പോൾ എനിവേ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് 2 ലൈൻസ് വിൽ ബി വാട്ട്? സെൻറ്റർ, അല്ലേ? ഇഫ് സെൻറ്റർ ഈസ് പാസിങ് or a straight line is passing through center, we can find another such a straight line which is passing through center, which means what? Center is unique. ഒരു സർക്കിൾ ഒരു സെൻറ്റർ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് സെൻറ്റർ. സോ നമുക്കിപ്പോൾ കിട്ടിയ ലൈൻ ഇതാണ്, ക്വസ്റ്റനിൽ കൊടുത്ത ലൈൻ ഇതാണ്. ഇത് രണ്ടും സോൾവ് ചെയ്യണം. എക്സ് പ്ലസ് 2y മൈനസ് 11 ഈക്വൽ 0. ഇപ്പോൾ ക്വസ്റ്റനിലുള്ളത് 4x പ്ലസ് y മൈനസ് 16 ഈക്വൽ 0. ഈ ഇക്വേഷനെ ഫുൾ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 4x പ്ലസ് 8y മൈനസ് 44 ഈക്വൽ ടു 0 എന്ന് വരും. അതാണ് ഇത്. അപ്പോൾ ഇത് ക്വസ്റ്റനിലുള്ളത് 4x. അപ്പോൾ 2 4x ആക്കാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ 4x മൈനസ് 4x അത് കട്ടായിപ്പോൾ പിന്നെ y മൈനസ് 8y മൈനസ് 7y എന്നാവും. മൈനസ് 16 മൈനസ് 44 അത് വാല്യൂ കിട്ടും. അങ്ങനെ നമുക്ക് ഇത് മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? 7y മൈനസ് 28 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ മൈനസ് 7y പ്ലസ് 28 ഈക്വൽ ടു 0 അതിന് എന്തെങ്കിലും കിട്ടും. അങ്ങനെ y ഈസ് ഈക്വൽ ടു 7 അപ്പുറത്ത് കൂടുമ്പോൾ y ഈസ് ഈക്വൽ ടു 4 ആയി. വൈൻ്റെ വാല്യൂ 4 ആയി. ഇനി വൈൻ്റെ വാല്യൂ 4 എന്നുള്ളത് എക്സ് ഈ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇതിൽ വൈയിൽ 4 കൊടുത്താൽ എക്സ് നമുക്ക് കിട്ടും. എക്സ് ഈക്വൽ ടു 3 കിട്ടി. സോ y ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു 3 ആയി. ദാറ്റ് ഈസ് എ സെൻറ്റർ. സെൻറ്റർ സർക്കിൾ ഇസ് വാട്ട്? 3,4. സർക്കിളിൻ്റെ സെൻറ്റർ 3,4 ആയി. ഓക്കെ, ഇനി റേഡിയസ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 3 4 ആൻഡ് 4 1. അത് സാധനം സർക്കിളിൽ പാസ്സാവുന്ന 2 പോയിൻറ്റ്സ് ആണ് 4 1, 6 5. ഇനി ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. അപ്പോൾ 4 1 എടുക്കുക. ഇതെടുത്താലും മതി. 4 1 എടുക്കുക. അപ്പോൾ സെൻറ്ററും ആ 4 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ് റേഡിയസ്. 3 4, 4 1 റേഡിയസ് ഈക്വൽ ടു √10. അപ്പോൾ സെൻറ്റർ ആണ് റേഡിയസ് കിട്ടിയാൽ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് മൈനസ് എച്ച് സെൻറ്റർ 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ 4 ഹോൾ സ്ക്വയർ ഈക്വൽ റേഡിയസ് √10 സ്ക്വയർ. അങ്ങനെ അത് കിട്ടി. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് സർക്കിൾ. അപ്പോൾ അതിന് ജോമെട്രി ഇപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടിട്ട് അതിന് റഫ് ഫിഗർ വരച്ച് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഫിഗർ വരക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി. നെക്സ്റ്റ് പരാബിള. നെക്സ്റ്റ് കോണിക് പരാബിള. പരാബിള നമുക്കറിയാം ഇങ്ങനെ അല്ലേ, എക്സ് വൈ ആക്സിസ് വരച്ചാൽ ഇങ്ങനെയൊക്കെയാണ് പരാബിള വരിക. അതുപോലെ ഇപ്പുറത്ത് ഇങ്ങനെ വരാം, അത് താഴേക്ക് വരാം. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാണ്. പരാബിള ഇസ് എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ that are equidistant from a fixed point and fixed straight line. എന്നൊക്കെ മുമ്പ് ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൽ താഴേക്ക് പോയാൽ ഇപ്പോൾ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പരാബിള ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4x. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ y ആക്സിസ് എക്സ് ആക്സിസ് ഇങ്ങനെ വരച്ചാലാണ് y സ്ക്വയർ ഈക്വൽ ടു 4x. ഇങ്ങോട്ട് വരച്ചാൽ y സ്ക്വയർ ഈക്വൽ ടു -4x. ഓക്കെ, ഇനി മുകളിലേക്കാണെങ്കിൽ x സ്ക്വയർ ഈക്വൽ ടു 4ay, താഴേക്കാണെങ്കിൽ x സ്ക്വയർ ഈക്വൽ ടു -4ay. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പരാബിള ഉണ്ട്. അപ്പോൾ ഈ പരാബോളയിൽ ഇങ്ങനെ വരച്ചാൽ ഇതാണ് സെൻറ്റർ അല്ലേ, അതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയും. എല്ലാത്തിൻ്റെയും വെർട്ടെക്സ് ഒറിജിൻ ആയിരിക്കും 0 0. ഓക്കെ, ഇതിൻ്റെ ഫോക്കസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. y സ്ക്വയർ ഈക്വൽ ടു 4xൻ്റെ ഫോക്കസ് a,0. ഇതിൻ്റെ ഇടയ്ക്ക് ഫോക്കസ് -a,0. അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇതിങ്ങനെ പരാബോള ഇതിലേക്കാണെങ്കിൽ
ഫോക്കസ് ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ എക്സ് ആക്സിസ് ലെഫ്റ്റ് സൈഡിൽ -a,0. ഓക്കെ, ഇനി x² 4ay ആണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആക്സിസ് വരിക. 0,a വരും. താഴെയാണെങ്കിൽ 0,-a വരും. ഇതൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഡയറക്ട്രിക്സ് x=-a ഓർ x+a=0 എന്ന് പറയാം. ഇത് x=a ഡയറക്ട്രിക്സ് ഇതിൻ്റെത്. അപ്പോൾ ഓരോന്നിനും ഡയറക്ട്രിക്സ് നോക്കുക. ലാറ്റസ് റെക്ടം എല്ലാത്തിനും സെയിം ആണ്. 4a ആൻഡ് 4 ടൈംസ് ആയിരിക്കും ലാറ്റസ് റെക്ടം. y² 4ax എടുത്താൽ y² 4ax ഇങ്ങനെയാണ് ഗ്രാഫ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്സിസ് എന്ന് പറയുക, എക്സ് ആക്സിസ്. ഇപ്പോൾ പരാബോള ഇപ്പുറത്താണെങ്കിലും എക്സ് ആക്സിസ് ആണ് ആക്സിസ്. ഇനി ഇതാണ് ഗ്രാഫെങ്കിലോ, ഇതാണ് ഗ്രാഫ്, ഇങ്ങനെയാണ് ഗ്രാഫെങ്കിൽ ഇങ്ങനെ താഴേക്ക് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് പരാബോള ഇങ്ങനെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ആക്സിസ്, y ആക്സിസ്. അപ്പോൾ x² 4ay x² -4ay ആക്സിസ് ഇതാണ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y² 4ax ഇതൊരു പരാബോളയാണ്. y² 12x y² 4x ഇതാണ് 4. അപ്പോൾ ഈ ടേബിൾസ് ഒക്കെ അറിയണം. അപ്പോൾ y² 4aക്ക് പോലാണ് 12 ഉള്ളത്. 4a = 12, therefore a = 3. വെർട്ടെക്സ് 0 0 ആണ്. ഓക്കെ, ഫോക്കസ് എന്താണ് a,0. അപ്പോൾ a 3,0. അങ്ങനെ ഓരോന്ന് കാണാം. ആക്സിസ് x = -a, സോ x = -3. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4 × a 12, ആക്സിസ് x ആക്സിസ്. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ചെയ്യാൻ പറ്റും, ഈസിയാണ്. അതുപോലെ x² -16y x² -4ay ഫോർമുല. സോ ഇവിടെ -4a ആണ് -16. ഓക്കെ, മൈനസ് കട്ടാകുമ്പോൾ 4a = 16 വരും, a = 4 വരും. അതിൻ്റെ വെർട്ടെക്സ് എന്താണ് x² -4ay. അതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ 0,-a ആണ്. അതിൻ്റെ ഫോക്കസ് 0,-a, അപ്പോൾ -4 ആവും. ഡയറക്ട്രിക്സ് അങ്ങനെ അത് ഓരോന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y = 4 അതൊക്കെ മനസ്സിലാവും നമുക്ക്. ആക്സിസ് y ആക്സിസ് എന്ന് കിട്ടി. ഫോക്കസ് 0,-3 ഡയറക്ട്രിക്സ് y = 3. ഫോക്കസ് 0,-3 ഡയറക്ട്രിക്സ് y = 3. ഇത് ഏതാ ടേബിൾ നോക്കാം. 0-a 0-a അല്ലേ, ഇതാണ്. ഇപ്പോൾ x² -4ay ഇത് ഈ ടേബിൾ നമുക്ക് അറിയണം. 0-a. അപ്പോൾ ഈ ക്വസ്റ്റൻ ഏതാണ്? x² -4ay. x² -4ay. സോ x² ഇതാണ് a അല്ലേ, a = 3. 0,-a, സോ a = 3. സോ -4 × 3 × y അങ്ങനെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, വെർട്ടെക്സ് 0 0 ഫോക്കസ് -20. ഫോക്കസ് -20 എന്ന് പറയുമ്പോൾ ഏതാ -20? ഇത് y² -4ax. അപ്പോൾ ഈ ടേബിൾ അറിയണം. y² -4ax y² -4ax. സോ -4 × a means 2. അങ്ങനെ അതിലൊക്കെ ഓക്കെ. വെർട്ടെക്സ് 0 0 പാസിംഗ് ത്രൂ 2 3 ആൻഡ് ആക്സിസ് അലോങ് x ആക്സിസ്. ആക്സിസ് x ആക്സിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പാസിംഗ് ത്രൂ 2 3. അപ്പോൾ ഈ പരാബോള ഇവിടെ ഏതൊരു പോയിന്റ് 2 3. അപ്പോൾ x-ന് 2 കൊടുക്കുക, y-ക്ക് 3 കൊടുക്കുക. y² 4x എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ബിക്കോസ് അല്ലേ, ജനറൽ ഇക്വേഷൻ അങ്ങനെ പറയാം. വെർട്ടെക്സ് 0 0 പാസിംഗ് ത്രൂ 2 3. അപ്പോൾ അതങ്ങനെ മനസ്സിലാവും y² 4x ആണ്. നമുക്കറിയാം ഗ്രാഫ് വരച്ചാൽ ഇവിടെ 2 ഉണ്ടാവും, y ആക്സിൽ ഇവിടെ 3 ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് 2 3 വരിക. അപ്പോൾ എന്തായാലും ഇതിലെ പാസ്സാവുമെന്ന് പറയുമ്പോൾ ഇതാണ് ഇക്വേഷൻ. y² 4ax ആണ് ഇക്വേഷൻ. അപ്പോൾ y² 3², y-ക്ക് 3 കൊടുക്കുക, x-ന് 2 കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ട്. 3² 4a × 2 9 = 8a. അങ്ങനെ a = 9/8 കിട്ടി. y² 4 × a 9/8 × x. y² 4 × 9/8 × x അല്ലേ. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാൻ പറ്റും. ഇത്രയും മതി, ഇത് മതി ആൻസർ. അവിടെ നിർത്താം. വേണമെങ്കിൽ നമുക്ക് ഈ 8 ഒക്കെ ഇപ്പുറത്ത് കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഈ ഫോമിൽ കൊണ്ടുവരാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പരാബോള. ദെൻ എലിപ്സ്. എലിപ്സ് മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. y ആക്സിസ് x ആക്സിസ് ഇങ്ങനെ ഒരു എഗ്ഗ് പോലെ വരച്ചാലാണ് എലിപ്സ് എന്ന് പറയുക. ആ എലിപ്സിൻ്റെ ഇക്വേഷനാണ് x² + y², x²/a² + y²/b² = 1. ഇനി എലിപ്സ് ഇങ്ങനെ എഗ്ഗ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോലെയാണെങ്കിൽ x y ആക്സിസ് വരച്ചു. എഗ്ഗ് ഇങ്ങനെയാണെങ്കിൽ
ആ ഇക്വേഷൻ മാറും. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആവും. ഉണ്ടാവും എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 വരും. അപ്പോൾ രണ്ട് തരത്തിലുള്ളത് ഓർക്കുക. അപ്പോൾ എനിവേ ഇത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഓർ എ സ്ക്വയർ. ഇതാണ് ജനറൽ ഫോമായിട്ട് നമ്മൾ എലിപ്സ് എടുക്കുക, ഈ എലിപ്സ്. അപ്പോൾ ഇതിന് സെൻറ്റർ എവിടെ ഉണ്ടാവും? ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് സെൻറ്റർ എവിടെ ഉണ്ടാവും? സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എ, ഈ ഡിസ്റ്റൻസ് എ. സോ ടോട്ടൽ 2a എന്ന് പറയും. ഓക്കെ. ഇനി മുകളിലേക്ക് ഹൈറ്റ് കുറവായിരിക്കും ബി, താഴേക്ക് ബി. സോ ടോട്ടൽ 2b. എനിവേ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇത് പഠിച്ചു നോക്കണം. ഫോർ എലിപ്സ് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പിന്നെ അതിൽ ഫോക്കസ് പ്ലസ് ഓർ മൈനസ് സി കോമ 0, വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ കോമ 0, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b, ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടർ 2b സ്ക്വയർ ബൈ എ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ. സി ബൈ എ, സി എന്ന് പറയുന്നതാണ് സി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയറിന് ബി സ്ക്വയർ മൈനസ് ആക്കി കിട്ടുന്നതാണ് സി സ്ക്വയർ. അപ്പോൾ ഫോർ എലിപ്സ് സി ബൈ എ, ഇ സി ബൈ എ എന്ന് പറയുമ്പോൾ ഇ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. നമുക്ക് എക്സെൻട്രിസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എപ്പോഴും 1-നേക്കാൾ ചെറുതായിരിക്കും. ആണ് ഇമ്പോർട്ടൻറ്റ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോക്കൈ ഓർ ഫോസൈ, ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുക. ഫോർ ഫോക്കൈ ഓർ ഫോസൈ ഓർ ഫോസി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോക്കൈ ഈസ് ഈക്വൽ ടു 2c. രണ്ട് ഫോക്കസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിന് 2c എന്നാണ് പറയുക. അപ്പോൾ ഈ റിസൾട്ട്സൊക്കെ അറിഞ്ഞു നോക്കണം, മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞു. എലിപ്സ് ഇങ്ങനെ ഇതുപോലെയാണെങ്കിൽ, ഒരു എഗ് ഇങ്ങനെ വെച്ചെങ്കിൽ എലിപ്സിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ അതിന് ഇതൊക്കെ തിരിഞ്ഞു വരും. 0, പ്ലസ് ഓർ മൈനസ് എ, 0, പ്ലസ് ഓർ മൈനസ് സി, 0, പ്ലസ് ഓർ മൈനസ് എ, ഇതൊക്കെ 2a. ഇതൊക്കെ ഇത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഒക്കെ അതുപോലെ ഉണ്ടാവും. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അപ്പോൾ അത് വൈ ആക്സിസിലായിരിക്കുന്നത് മാത്രം, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എക്സ് ആക്സിസിലായിരിക്കുന്നത് മാത്രം. അപ്പോൾ 2a 2b തന്നെ വരും. അപ്പോൾ അങ്ങനെ നമുക്കിതൊക്കെ എടുത്തു വെക്കാം. ഒരു ഇക്വേഷൻ നോക്കാം. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ 16, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ അങ്ങനെ എയും ബിയും കിട്ടി. എ ഈസ് ഈക്വൽ ടു 4, ബി ഈസ് ഈക്വൽ ടു 3. സി സ്ക്വയർ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ സി ഈസ് ഈക്വൽ ടു √7. ഓക്കെ. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ഫോർമുലയുണ്ട്. ഫോക്കസ് പ്ലസ് ഓർ മൈനസ് സി 0, വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ 0 അല്ലേ, വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ 0. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്തു. പ്ലസ് ഓർ മൈനസ് എ 0, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b, പിന്നെ ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടർ 2b സ്ക്വയർ ബൈ എ, 2b സ്ക്വയർ ബൈ എ ഇവിടെ ഉണ്ട്, 2b സ്ക്വയർ ബൈ എ. അപ്പോൾ അത് ഓരോന്ന് അപ്ലൈ ചെയ്തു. എയും ബി സിയും ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം കിട്ടും. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു വാട്ട് സി ബൈ എ. എക്സെൻട്രിസിറ്റിൻ്റെ ഫോർമുല സി ബൈ എ. അപ്പോൾ 1-നേക്കാളും ചെറുതായിരിക്കും ആൻസർ. എക്സെൻട്രിസിറ്റി ക്വസ്റ്റ്യൻ √7/4. √7ൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക ബൈ 4. അപ്പോൾ അത് 1-നേക്കാൾ ചെറുതായിരിക്കും ആൻസർ. സി ദിസ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 25 ഈക്വൽ ടു 1. അപ്പോൾ ഇത് ചെറുതും ഇത് വലുതുമാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ഫോർമുലയാണ്. സോ ബിയും എയും കിട്ടി. എ ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 2 വരും. ഓക്കെ. സി സ്ക്വയർ ഐഡൻറ്റിഫൈ ചെയ്തു, സി ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ ഫോക്കസ്, വെർട്ടെക്സ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടർ, ആ വാല്യൂസ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ, 1-നേക്കാൾ ലെസ് ആയിരിക്കും, നോക്കിയാൽ മതി. അങ്ങനെ ചെയ്യാം. ദെൻ 4x സ്ക്വയർ പ്ലസ് 9y സ്ക്വയർ ഈക്വൽ ടു 36. അപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 വരണം, ഈക്വൽ ടു 1. അപ്പോൾ 36.1 ആവണമെങ്കിൽ ഈ 36 കൊണ്ട് ഫുൾ ഡിവൈഡ് ചെയ്താൽ മതി. 4x സ്ക്വയർ ബൈ 36 പ്ലസ് 9y സ്ക്വയർ ബൈ 36 ഈക്വൽ ടു 36 ബൈ 36 1 വരും. അപ്പോൾ ഈ 4ഉം ഇതും കട്ടാകുമ്പോൾ ഇവിടെ 9 ആവും. ഓക്കെ, 9 ആവും. വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നേരത്തെ പറഞ്ഞതേപോലെ എ ഈസ് ഈക്വൽ ടു എ 3 വരും, ബി ഈസ് ഈക്വൽ ടു 2 വരും. സി കണ്ടുപിടിക്കാം. ഓക്കെ. ഫോക്കസ്, വെർട്ടെക്സ്, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടർ, ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 50, ഫോക്കൈ പ്ലസ് ഓർ മൈനസ്
4,0. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഫോർമുല. മനസ്സിലായി? ഇത് കണ്ടാൽ മനസ്സിലാവും. 0 ഫസ്റ്റ് ആണെങ്കിൽ 0, ±5 ആണെങ്കിൽ ഇതാണ് എലിപ്സ്. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു 5. ഇവിടെ ഫോക്കസ് ±c, 0. c ഈസ് ഈക്വൽ ടു ഫോക്കസ് ഈസ് ±a, 0. vertices focus ±c, 0. vertices ±a, 0. അപ്പോൾ a is equal to 5 കിട്ടി, c is equal to 4 കിട്ടി. ഓക്കെ, അപ്പോൾ c സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നാണ് ഫോർമുല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് b സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. അങ്ങനെ b കിട്ടി 3. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എയും ബി അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ കിട്ടി. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 16. ഫോക്കസ് 0, ±c. അപ്പോൾ സിയുടെ വാല്യൂ 6 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ഫോം ആകുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ മൈനർ ആക്സിസ് ബി അല്ലേ? അപ്പോൾ 2b. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b കൊടുത്തിട്ടുണ്ട് 16. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. പിന്നെ ഫോക്കസ് ഇത് സി ആണ്. അപ്പോൾ സി ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പോൾ ബി കാണാം. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അങ്ങനെ ബി കിട്ടും. അപ്പോൾ ബി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എയും കിട്ടും. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, എ കിട്ടും. എ ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ, സ്മോൾ ബി ആണ്, ബി സ്ക്വയർ ബൈ 8 സ്ക്വയർ. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ends of the major axis ±3, 0. ends of the minor axis ±0, ±2. ends of major axis. ഇപ്പോൾ എലിപ്സ് ഏതാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. മേജർ ആക്സിസ് ഇതാണ്. അപ്പോൾ ഇവിടെ ആരുണ്ടാവും? -3, 0 ഉണ്ടാവും. ഇവിടെ +3, 0 ഉണ്ടാവും. ഇത് മൈനർ ആക്സിസ് ആണ്. ഇവിടെ 0, 2 ഉണ്ടാവും. താഴെ 0, -2 ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കിട്ടി. a is equal to 3, b is equal to 2. a is equal to 3, b is equal to square by a square plus y square by b square equal to 1. അപ്പോൾ x square by 3 square plus y square by 2 square equal to 1. വളരെ സിമ്പിൾ ആണ്. x square by 9 plus y square by 4 equal to 1. Major axis on x axis and passes through 4, 3 and 6, 2. മേജർ ആക്സിസ് എക്സ് ആക്സിസിലുണ്ട് ഇതിൽ. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് മനസ്സിലായി. ഇത് 2 പോയിന്റിൽ പാസ്സാവുന്നുണ്ട്. 4, 3ലും 6, 2ലും. ആദ്യം എക്സിന് 4ഉം വൈക്ക് 3യും കൊടുക്കാം. എക്സിന് 4ഉം വൈക്ക് 3യും കൊടുത്തപ്പോൾ 4 സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ 16 ബൈ എ സ്ക്വയർ പ്ലസ് 9 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, ദെൻ എക്സിന് 6ഉം വൈക്ക് 2ഉം കൊടുക്കാം. അപ്പോൾ 6 സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അങ്ങനെ 36 ബൈ എ സ്ക്വയർ പ്ലസ് 4 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 നേടി. ഓക്കെ, അപ്പോൾ രണ്ടിലും ഈ ഡിനോമിനേറ്ററിലാണ് എ സ്ക്വയർ. 1 ബൈ എ സ്ക്വയർ ഉണ്ട് അവിടെ, 1 ബൈ ബി സ്ക്വയർ അല്ലേ. 1 ബൈ എ സ്ക്വയർ 1 ബൈ ബി സ്ക്വയർ. അപ്പോൾ 1 ബൈ എ സ്ക്വയറിന് യു എന്ന് കൊടുക്കുക, 1 ബൈ ബി സ്ക്വയറിന് ബി എന്ന് കൊടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി മാത്രമാണ്, എങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താവും? ഇത് 16 യു എന്നാവും. 1 ബൈ എ സ്ക്വയറിന് യു എന്ന് കൊടുക്കും. 16u പ്ലസ് 9v ഈക്വൽ ടു 1. അപ്പോൾ ഈ ഡിനോമിനേറ്റർ കളയാൻ വേണ്ടി ടെക്നിക്ക് മാത്രം. അതുപോലെ ഇതിൽ 36u പ്ലസ് 4v ഈക്വൽ ടു 1. അപ്പോൾ എഴുത്തിലെ ഫോമുല പോലെയായി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തിട്ട് യുവും വിയും ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ പിന്നെ 16u പ്ലസ് 9v ഈസ് ഈക്വൽ ടു 1. 36u പ്ലസ് 4v ഈക്വൽ ടു 1. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? 8ാം ക്ലാസ് പഠിച്ച പോലെ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഒരേപോലെ ആവണം. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 ഇത്, ഇക്വേഷൻ നമ്പർ 2 ഇത്. അപ്പോൾ നോട്ട്ബുക്ക് അങ്ങനെ മാർക്ക് ചെയ്യുക. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. സോ യു മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 1 ബൈ 4. 4 കൊണ്ട് ഈ 4 കൊണ്ട് ഇക്വേഷൻ നമ്പർ 1നെ ഫുൾ മൾട്ടിപ്പിൾ ആക്കാം. അപ്പോൾ 4 × 16u പ്ലസ് 4 × 9v ഈക്വൽ ടു 4 × 1. അപ്പോൾ അതവിടെ 4 × 16 64u പ്ലസ് ഇത് 36v വരും ഈക്വൽ ടു 1 ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഇവിടെ 64u പ്ലസ് 36v ഈക്വൽ ടു 4. അതൊരു ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 3.
ഇനി ഈ ഇക്വേഷൻ നമ്പർ 2-നെ ഈ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും 9 × 36u പ്ലസ് 9 × 4v ഈക്വൽ ടു 9 × 1. അപ്പോൾ 9 × 36 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കത്രയാണ് അത്രയും u പ്ലസ് ഇത് 36v ആവും. 9 × 4 36 അല്ലേ, v ഈക്വൽ ടു 9 ആവും. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 36v വരും. ഇപ്പോൾ രണ്ടും മൈനസ് ആക്കാനായിട്ട്. അപ്പോൾ മൈനസ് ആക്കുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് 4 മൈനസ് ഇവിടെ 9, 4 മൈനസ് 9 4 മൈനസ് 5. ഇവിടെ 36v ക്യാൻസൽ ആവും. പിന്നെ ഇവിടെയുള്ള 64 മൈനസ് ഇവിടെ എന്താ കിട്ടാതെ നോക്കുക. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുവിൻ്റെ വാല്യൂ കിട്ടും. u = 1/52. അത് സ്വന്തം ചെയ്ത് നോക്കണം. യുവിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ വിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് 1/3. ഇപ്പോൾ u ആൻഡ് v ഒബ്റ്റൈൻഡ്. വാട്ട് ഈസ് u? u മീൻസ് 1/a². അപ്പോൾ u എന്ന് പറഞ്ഞാൽ 1/a² ആണ്. അതിങ്ങനെ കിട്ടി. അപ്പോൾ a² 52. 1/a² 1/52 ആണെങ്കിൽ a² = 52. സിമിലർലി 1/b² = 1/13. therefore b² = 13. ഇപ്പോൾ x² / a² + y² / b² = 1. x² / a² അത് 52 ആണ്. 52 മാത്രം മതി. പ്ലസ് y² / b² 13 ആണ് ഈക്വൽ ടു 1. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ സർക്കിളായി, പിന്നെ എലിപ്സ്, പരാബോള. ഓക്കെ, ഹൈപ്പർബോള നമുക്ക് ഫോക്കസ് ഏരിയ ഒന്ന് ഒഴിവാക്കാം. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ.